ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്കും സുഖം. ഇന്നത്തെ വീഡിയോ യൂട്യൂബിലും ഇൻസ്റ്റയിലും ട്രെൻഡിങ് ആയിട്ടുള്ള ലേസി കാറ്റ് കേക്കിന്റെ റെസിപ്പിയാണ്. ഇത് പാർട്ടിയിൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അത്രക്കും ടേസ്റ്റ് ഉണ്ട്. പാർട്ടിയിൽ മാത്രമല്ല, എപ്പോൾ വേണേലും ഉണ്ടാക്കാം. ഒരുപാട് കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കണ്ടു നോക്കാം. കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ആളെന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ലേസി കാറ്റ് കേക്കിന് വേണ്ടി ഒരു ബേസിക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാനുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡിമെയ്ഡ് ചോക്ലേറ്റ് കേക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റെസിപ്പിക്ക് വേറെ കുക്കിങ്ങോ ബേക്കിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് സെറ്റ് ആക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഇനി ഞാനിപ്പോൾ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുകയാണ്. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് സ്റ്റെയിനർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്, അര കപ്പ് കൊക്കോ പൗഡർ, ഇനി ഇതെല്ലാം കൂടി സ്ട്രെയിൻ ചെയ്ത് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ട ഇട്ട് കൊടുക്കുക. ഇനി ഒരു ബീറ്റർ വെച്ചിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കുക. സ്പീഡ് ലോ ആക്കിയിട്ട് 1 മിനിറ്റ് അടിച്ചാൽ മതി. ഇനി ഇത് ഓഫ് ആക്കിയിട്ട് ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒന്നിച്ചിട്ട് കൊടുക്കാതെ 3 ബാച്ചായിട്ട് വേണം ഇടാൻ. ഒരു പ്രാവശ്യം ഇട്ട് ബീറ്റ് ചെയ്ത് പിന്നെയും കുറച്ചിട്ട് ബീറ്റാക്കി എടുത്താൽ മതി. പിന്നീട് ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതും 2 ബാച്ചായിട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറച്ചിട്ട് മിക്സ് ആക്കി എടുത്താൽ മതി. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ബീറ്റർ വെച്ച് അടിച്ചുകൂടാ കേട്ടോ.
അപ്പോൾ ഇതാ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ആക്കി എടുക്കാം. അതിനൊരു ബേക്കിംഗ് ട്രേയിൽ ഒഴിച്ചു കൊടുത്തിട്ട് 150 സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവണിൽ 150 സെൽഷ്യസിൽ 30 to 35 മിനിറ്റ് വെച്ചു കൊടുത്ത് റെഡിയാക്കി എടുക്കാം. ആ ടൈം കൊണ്ട് കേക്ക് വെറ്റാക്കാനുള്ള ചോക്ലേറ്റ് മിൽക്ക് റെഡിയാക്കാം. അതിനു വേണ്ടി ചൂടുള്ള പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറോ അല്ലെങ്കിൽ ചോക്ലേറ്റ് പൗഡറോ ഇട്ട് മിക്സ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡിമെയ്ഡ് ചോക്ലേറ്റ് മിൽക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഈ ചോക്ലേറ്റ് മിൽക്ക് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ചോക്ലേറ്റ് മിൽക്ക് കേക്ക് വെറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാ ചോക്ലേറ്റ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ആക്കാനുള്ള ക്രീം സെറ്റ് ആക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് ക്രീം ചീസ് റൂം ടെമ്പറേച്ചറിലുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കണം. അതിലേക്ക് 1/3 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1/3 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടെ ആഡ് ആക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇനി ഇതിലേക്ക് വിപ്പിംഗ് ക്രീം കൂടെ ആഡ് ആക്കുമ്പോൾ കറക്റ്റ് മധുരം ആവും കേട്ടോ. നെക്സ്റ്റ് ഇനി ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ ഡയറക്റ്റ് ഫ്രീസറിൽ നിന്ന് എടുക്കാതെ 1 മണിക്കൂർ മുമ്പ് പുറത്ത് വെച്ച് മെൽട്ടായ വിപ്പിംഗ് ക്രീം വേണം എടുക്കാൻ. ഡയറക്റ്റ് ഫ്രീസറിൽ നിന്ന് എടുത്ത വിപ്പിംഗ് ക്രീം ചേർത്താൽ ബീറ്റ് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ക്രീം ചീസ് എടുക്കുമ്പോഴും 1 മണിക്കൂർ മുമ്പ് പുറത്ത് വെച്ചതായിരിക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ടുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓവർ സ്റ്റിഫ് ആവണ്ട കേട്ടോ. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി. ഇനി തേർഡ് ലെയറിന് വേണ്ടി ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കാം. അതിനുവേണ്ടി കുറച്ച് മിൽക്ക് ചോക്ലേറ്റിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ച് മെൽട്ടാക്കി എടുക്കാം. അപ്പോൾ ഇതാ ചോക്ലേറ്റ് നല്ല അടിപൊളിയായിട്ട് മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി അസംബിൾ ചെയ്ത് കൊടുക്കുക. അതിനുവേണ്ടി ഒരു ട്രേ എടുത്തിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്ക് വെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടി നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ചോക്ലേറ്റ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് ലെയർ ബീറ്റ് ആക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്ത് ലെവലാക്കിയിട്ട് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെക്കാം. അപ്പോൾ ഇതാ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ചോക്കോ ബോൾസ് ഇട്ട് കൊടുത്ത് ഒരു 20-25 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ ഐറ്റം സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടാക്കിയിട്ട് നോക്കാം കേട്ടോ.
അയ്യവ പൊളി ഐറ്റം, കാണാൻ തന്നെ എന്തും മൊഞ്ചാ നോക്കിക്ക, വായിലിട്ടാൽ അലിഞ്ഞു പോകും, അത്രക്കും ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഐറ്റത്തിന്. അപ്പൊ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നെക്സ്റ്റ് ഒരു ന്യൂ വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്